എല്ലാവർക്കും സുഖല്ലേ? വെൽക്കം ടു സജനാസ് കിച്ചൻ. ഇനി നമ്മൾ ഓണം സ്പെഷ്യലായിട്ട് തയ്യാറാക്കുന്നത് പരിപ്പ് പ്രഥമനാണ്. പരിപ്പ് പ്രഥമൻ ഇഷ്ടപ്പെടാത്ത മലയാളികൾ ആരും തന്നെ ഉണ്ടാകില്ല. പേഴ്സണലി എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു പായസം കൂടിയാണിത്. അപ്പോൾ വീട്ടിൽ പെർഫെക്റ്റ് ആയിട്ട് ഈസി ആയിട്ട് ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ഒന്ന് കണ്ടു നോക്കിയാലോ. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെ കുഞ്ഞ് ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൺ എന്ന ഓപ്ഷൻ തന്നെ ക്ലിക്ക് ചെയ്യണേ. എങ്കിലേ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുള്ളൂ. ഇതിനു വേണ്ടി ഞാനിവിടെ 1.5 കപ്പ് ചെറുപയർ പരിപ്പാണ് എടുത്തിട്ടുള്ളത്. ഇനി പരിപ്പ് നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ഇതിനു വേണ്ടി നമുക്കൊരു പാൻ എടുക്കാം. ഇതിലോട്ടേക്ക് നന്നായിട്ട് പാൻ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ തയ്യാറാക്കിയുള്ള പരിപ്പ് ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. പിന്നെ നിങ്ങൾ എടുക്കുന്ന പരിപ്പ് ഇതിൽ കൂടുതലുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 ബാച്ചായിട്ട് വറുത്തെടുക്കാം. അപ്പോൾ പരിപ്പ് ഇവിടെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഈ പരിപ്പ് നന്നായിട്ട് തന്നെ വറുത്തെടുത്തിട്ട് ഒരു ലൈറ്റ് കളർ ചേഞ്ച് ആയിട്ട് വരണം. എന്നിട്ട് വേണം നമ്മൾ പായസം ഉണ്ടാക്കി തുടങ്ങാൻ. പരിപ്പിൻ്റെ ആ ഒരു പച്ചച്ചുവ മാറി വരണം. അതുവരെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. ഇതുപോലെ തുടർച്ചയായിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. എന്ന് നമ്മളെ പരിപ്പിൻ്റെ എല്ലാ ഭാഗവും നന്നായിട്ടൊന്ന് കളർ ചേഞ്ച് ആയിട്ട് വരണം. കൂടുതൽ കളർ ചേഞ്ചായി വരണ്ട, ഒരു ലൈറ്റായിട്ടൊരു കളർ ചേഞ്ച് ആയാൽ മാത്രം മതി. അതുവരെ ഒന്ന് വറുത്തെടുക്കുക. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ഒരു ഇത്തിരി ലൈറ്റ് കളർ ചേഞ്ച് ആയിട്ട് വരണം, ഒത്തിരി വേണ്ട. ലൈറ്റായിട്ട് കളർ ചേഞ്ച് ആയാൽ മാത്രം മതിയാകും. ഇനി നമുക്കിത് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം. ഇനി തണുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. കഴുകിയിട്ട് ഇതുപോലത്തെ ഒരു സ്റ്റൈനറിലേക്ക് ഇട്ട് ഇതിൻ്റെ വെള്ളം മുഴുവനും പോകാൻ വേണ്ടി മാറ്റി വെക്കാം. ഈ ഒരു സമയം കൊണ്ട് ശർക്കര ഒന്ന് മെൽറ്റാക്കി എടുക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് 3/4 കിലോ ശർക്കരയാണ്, അതായത് വെല്ലം. ഇതിലോട്ടേക്ക് 1 കപ്പ് വെള്ളവും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മെൽറ്റാക്കി എടുക്കാം. മെൽറ്റായതിനു ശേഷം ഇതിലേക്ക് നമുക്കൊന്ന് അരിപ്പ വെച്ചിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. എന്നിട്ട് ഇത് മാറ്റി വെക്കാം. ഇനി ചെറുപയർ പരിപ്പ് വേവിക്കാൻ തുടങ്ങാം. ഒരു പാത്രം എടുക്കാം. ഇതിലോട്ടേക്ക് 2 ടേബിൾ സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/4 കപ്പ് കൊപ്ര, അതായത് ഉണക്ക തേങ്ങ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇതിന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ഒരു ലൈറ്റ് ഗോൾഡൻ കളർ ആവണം. അതുവരെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഇതിവിടെ നല്ല ലൈറ്റ് ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. നമുക്കിന് പ്ലേറ്റിലോട്ടേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് തന്നെ കുറച്ച് അണ്ടിപ്പരിപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ലൈറ്റ് ഒരു ഗോൾഡൻ കളർ ആവണം. ആ ഒരു ലൈറ്റ് ഗോൾഡൻ കളർ ആകുമ്പം ഇതും നമുക്കൊരു പ്ലേറ്റിലോട്ടേക്ക് മാറ്റി കൊടുക്കാം. ഞാനിപ്പോൾ രണ്ടും മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതേ പാത്രത്തിലേക്ക് വീണ്ടും 1 ടേബിൾ സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ വെള്ളമൊക്കെ ഊറ്റി വെച്ചിട്ടുള്ള നമ്മുടെ ചെറുപയർ പരിപ്പ് ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കാം. മുഴുവനും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ഈ ഒരു നെയ്യിൽ കിടന്നിട്ട് ഏകദേശം 1 മിനിറ്റോളം നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. കൂടുതൽ സമയമൊന്നും വേണ്ട. ഓൾറെഡി പരിപ്പ് നമ്മൾ നേരത്തെ വറുത്തെടുത്തതാണ്. ഏകദേശം 1 മിനിറ്റ് മാത്രം നന്നായിട്ട് ഇതൊന്ന് നെയ്യിൽ കിടന്നൊന്ന് വറുത്തെടുക്കുക. ഏകദേശം 1 മിനിറ്റ് വരെ നന്നായിട്ട് തന്നെ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2.5 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. നമ്മൾ ആദ്യം തന്നെ തേങ്ങാപ്പാൽ ചേർക്കുന്നില്ല. വെള്ളം ചേർത്ത് പരിപ്പ് ഒരു ഹാഫ് കുക്കായാൽ മാത്രമേ തേങ്ങാപ്പാൽ ചേർക്കുന്നുള്ളൂ. അപ്പോൾ വെന്ത് വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ കണ്ടില്ലേ, നമ്മളിതിൽ ചേർത്തിട്ടുള്ള വെള്ളമൊക്കെ നല്ല വറ്റി വന്നിട്ടുണ്ട്. പിന്നെ നമ്മളിതിൽ ചേർത്തിട്ടുള്ള പരിപ്പ് ഒരു ഹാഫ് കുക്കായിട്ടും വന്നിട്ടുണ്ട്. ഇതുപോലെ ആയിട്ട് വരണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് തേങ്ങയുടെ 2ാം പാൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 5 കപ്പ് തേങ്ങയുടെ 2ാം പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. മീഡിയം സൈസുള്ള 2 തേങ്ങയുടെ പാലാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. 1.5 കപ്പ് തേങ്ങയുടെ 1ാം പാൽ മാറ്റി വെച്ചിട്ടും ഉണ്ട്. അത് നമുക്ക് ലാസ്റ്റ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ നമ്മൾ 5 കപ്പ് തേങ്ങയുടെ 2ാം പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. ഇനി 2ാം പാലിൽ കിടന്ന് പരിപ്പ് നന്നായിട്ടൊന്ന് വെന്ത് വരണം. പരിപ്പ് നന്നായിട്ട് വെന്ത് ഉടഞ്ഞ് വരണം. അതിന് ശേഷമേ നമ്മൾ ശർക്കര ചേർക്കാവൂ. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ തേങ്ങയുടെ 2ാം പാലും അതുപോലെ തന്നെ പരിപ്പും കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി യോജിപ്പിച്ചെടുക്കുക. ഈ ഒരു പാലിൽ കിടന്ന് വേണം നമ്മളൊരു പരിപ്പ് നന്നായിട്ട് തന്നെ വെന്ത് കിട്ടാൻ വേണ്ടി. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് മിക്സാക്കിയിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ കണ്ടില്ലേ, നമ്മൾ ചേർത്തിട്ടുള്ള തേങ്ങയുടെ 2ാം പാലൊക്കെ ഏകദേശം ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. നമ്മളിതിൽ ചേർത്തിട്ടുള്ള പരിപ്പൊക്കെ വെന്തിട്ട് നന്നായിട്ട് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇതുപോലെ നന്നായിട്ട് ഉടഞ്ഞു വന്നു കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ ഇതിലേക്ക് ശർക്കര ചേർക്കാൻ പാടുള്ളൂ. ഇതിപ്പോൾ പാകത്തിന് തന്നെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ടേക്ക് നമ്മൾ ആദ്യം മെൽറ്റ് ചെയ്തിട്ട് അരിപ്പിലൂടെ അരിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ ശർക്കര ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളെപ്പം ശർക്കര ചേർക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഏത് പായസത്തിൽ ചേർക്കുമ്പോഴും നമ്മൾ ശർക്കര മെൽറ്റായതിന് ശേഷം നമ്മളൊരു അരിപ്പിലൂടെ അരിച്ച് വെച്ചിട്ട് വേണം ഇതിലോട്ടേക്ക് ഒഴിച്ചു കൊടുക്കാൻ. അതിലെന്തെങ്കിലും അഴുക്കോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയാണ് നമ്മൾ അരിക്കാൻ പറയുന്നത്. അപ്പോൾ നമ്മളിതുപോലെ അരിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ ശർക്കര ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. നമ്മൾ ശർക്കരയും നമ്മൾ പരിപ്പും എല്ലാം കൂടി നന്നായിട്ട് യോജിച്ച് വരണം. അതുവരെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക.
ഇപ്പോൾ ഏകദേശം നന്നായിട്ട് തന്നെ മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ നല്ലവണ്ണം തന്നെ മിക്സാക്കി യോജിപ്പിച്ചെടുക്കുക. പിന്നെ നമ്മൾ ശർക്കര ചേർത്ത് കഴിഞ്ഞാൽ ഏകദേശം ഒരു 15 മിനിറ്റ് വരെ നല്ലൊരു ഹൈ ഫ്ലെയിമിലിട്ട് നമ്മൾ നന്നായിട്ട് ഇത് കുക്ക് ചെയ്തെടുക്കണം. എങ്കിലും നമ്മുടെ പായസത്തിന് നല്ല രുചി ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു 15 മിനിറ്റ് വരെ നന്നായിട്ട് ഇവിടെ കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 15 മിനിറ്റ് വരെ നന്നായിട്ട് തന്നെ ഞാനിവിടെ തിളപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ശർക്കര ഒന്ന് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ ഒരു ഇത്തിരി കുറുകി വരണം. പാകത്തിന് തന്നെ നന്നായിട്ട് തന്നെ നമ്മളെ പരിപ്പ് വെന്തിട്ടുമുണ്ട്. ഇതുപോലെ ലൈറ്റ് കുറുകിയിട്ടും വരണം. ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ടേക്ക് കുറച്ച് ഉണക്കമുന്തിരി ചേർത്ത് കൊടുക്കാം. പൊതുവേ ഞാൻ ഈ ഒരു ടൈമിൽ ഇങ്ങനെയാണ് ചേർത്ത് കൊടുക്കാറ്. നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യിൽ വറുത്തിട്ടും ചേർത്ത് കൊടുക്കാം. ഇങ്ങനെയാകുമ്പോൾ നമ്മുടെ പായസത്തിൻ്റെ എല്ലാ ഭാഗത്തോട്ടേക്കും നമ്മുടെ കിസ്മിസ് ഉണ്ടാകും. അതുപോലെ തന്നെ നമ്മൾ ആദ്യം വറുത്ത് വെച്ചിട്ടുള്ള നമ്മുടെ തേങ്ങാക്കൊത്തും നമ്മളെ അണ്ടിപ്പരിപ്പും ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിന് വീണ്ടും ഒന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി ഒരു ബൗൾ എടുക്കാം. ഇതിലോട്ടേക്ക് 1 ടീസ്പൂണോളം ചെറിയ ജീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂണോളം ഏലക്കൻ്റെ പൊടിയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ തയ്യാറാക്കിയുള്ള നമ്മുടെ പായസത്തിൽ നിന്നും ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണോളം പായസം ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചുക്കുപൊടിയും ചേർത്ത് കൊടുക്കുക. അതായത് ഇഞ്ചി ഉണക്കി പൊടിച്ചത്. എൻ്റെ കയ്യിലിപ്പോൾ ഇല്ലാത്തത് കൊണ്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല. ഇതിൽ ഏതെങ്കിലും ഒരു പൗഡർ ചേർത്ത് കൊടുത്താലും മതി. എന്നിട്ട് നല്ലവണ്ണം തന്നെ ഒന്ന് മിക്സാക്കി എടുക്കുക. എന്നിട്ട് നമ്മൾ പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇങ്ങനെ ചേർക്കുമ്പോൾ നമ്മൾ പായസത്തിന് നന്നായിട്ട് തന്നെ പെട്ടെന്ന് മിക്സായി കിട്ടും. അല്ലെങ്കിൽ നമ്മൾ പൊടികൾ ഡയറക്റ്റ് ചേർത്ത് കൊടുക്കുമ്പോൾ പായസത്തിൽ അവിടെ ഇവിടെയായിട്ട് കട്ട പിടിച്ച പോലെ ഉണ്ടാകും. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സാക്കിയിട്ട് പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ തയ്യാറാക്കിയുള്ള നമ്മുടെ മിക്സ് നമുക്ക് പായസത്തിലോട്ടേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് തന്നെ മിക്സാക്കി കൊടുക്കുക. ഇങ്ങനെ മിക്സാക്കുമ്പോൾ നമ്മൾ പായസത്തിൽ എല്ലാ ഭാഗത്തോട്ടേക്കും ആയി കിട്ടും. നമ്മൾ പൊടികളെ ചേർത്ത് കൊടുക്കുമ്പോൾ ഈ പായസത്തിൽ അവിടെ ഇവിടെയായിട്ട് കട്ട പിടിച്ച പോലെ ഉണ്ടാകും. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം ഇതുപോലെ മിക്സാക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ വീണ്ടും നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. ഇനി ഇതിലോട്ടേക്ക് നമുക്ക് കട്ടിയുള്ള 1.5 കപ്പ് തേങ്ങയുടെ 1/4 പാൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ പാലെടുക്കുമ്പോൾ ശ്രദ്ധിക്കുക കേട്ടോ, അധികം വെള്ളം ചേർക്കാതെ വേണം നമ്മൾ ഈ ഒരു 1/4 പാൽ എടുക്കേണ്ടത്. നമ്മുടെ തേങ്ങയുടെ 1/4 പാലും കൂടി ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കണം. ഇപ്പോൾ കണ്ടില്ലേ, നമ്മളെ പായസം തന്നെ നല്ല ഒരു കളർ തന്നെ മാറി വന്നിട്ടുണ്ട്. ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. ഇപ്പോൾ കണ്ടില്ലേ, നമ്മൾ പായസം കാണാൻ തന്നെ നല്ല കളറൊക്കെ മാറിയിട്ട് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. തേങ്ങയുടെ 1/4 പാൽ ചേർത്ത് കഴിഞ്ഞാൽ കൂടുതൽ സമയം നമ്മൾ തിളപ്പിക്കരുത്. നന്നായിട്ടൊന്ന് ചൂടായാൽ മാത്രം മതിയാവും. നമുക്കിനി സ്റ്റൗ ഓഫ് ചെയ്തിട്ട് മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ ഓണം സ്പെഷ്യലായിട്ടുള്ള നമ്മുടെ പരിപ്പ് പ്രഥമൻ റെഡി ആയിട്ടുണ്ട്. നല്ല രുചിയാണ്. ഇതിൻ്റെ ടേസ്റ്റ് പറഞ്ഞറിയിക്കാൻ വയ്യ, അത്രയും ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇൻഷാ അല്ലാഹ് ഇതുപോലത്തെ വെറൈറ്റി റെസിപ്പീസുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക് യു. ബൈ ബൈ.